ഹലോ ഹാപ്പി സോൾസ്. സെൽഫ് ലവ് ചലഞ്ചിൻ്റെ 16ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് സെൽഫ് ലവ് ചലഞ്ചിൻ്റെ 15 ദിവസം അമേസിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് വരുന്ന മെസ്സേജസിലും നമ്മുടെ കമൻറ്റ് ബോക്സിലും ഒക്കെ കാണാറുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ജെനുവിൻ റെസ്പോൺസ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഇതിനൊക്കെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എടുക്കാൻ നിങ്ങൾ വളരെ കറേജിയസ് ആയിട്ടുള്ള ഡിസിഷനാണ്. ഒരു കാര്യം കൃത്യമായി ചെയ്യുക. നമ്മൾ ചിലപ്പം എൻ്റെ ഒരു കാര്യം തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഭയങ്കര എന്താ പറയേണ്ടതെന്നറിയാം, ഞാൻ ഭയങ്കര ആരംഭ ശൂരത്വമുള്ള ആളാണ്. അതായത് ഇങ്ങനെ തുടങ്ങുമ്പോൾ ഭയങ്കര ആവേശകുമാരി ആയതുകൊണ്ട് ഇങ്ങനെ തുടക്കം ഭയങ്കര പവർഫുള്ളായിട്ടൊക്കെ ചെയ്യും. 2-3 ദിവസം കഴിയുമ്പോൾ എൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നതെന്നറിയോ, മടി. അപ്പോൾ അത് കൺസിസ്റ്റൻസി ഇല്ലാതെ ഇങ്ങനെ നീട്ടി പോകുന്നൊരു സ്വഭാവം എനിക്ക് പണ്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ അതൊക്കെ ശരിയാക്കി എടുത്തു. അപ്പോൾ കൺസിസ്റ്റൻസി ഇല്ലാതിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കൂടുതൽ ആൾക്കാർ. അപ്പോൾ എന്നിട്ടും നിങ്ങൾ ഈ 16 ദിവസം, ഇന്ന് 16ാമത്തെ ദിവസമാണ്, നമ്മളത് ചില്ലറ കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്, നിങ്ങളുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ 16ാമത്തെ ദിവസം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ളത്, എന്നെ കാണാൻ വരുന്ന 100 പേര് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു 95% ആൾക്കാരും 95 പേരും എന്നിലേക്ക് വരുന്നത് റിലേഷൻഷിപ്പ് പ്രോബ്ലമായിട്ടാണ്. നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്നത് റിലേഷൻഷിപ്പിൽ വരുന്ന പ്രോബ്ലംസാണ്. കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, മനുഷ്യന് വേണ്ടത് സ്നേഹവും സമാധാനവും സപ്പോർട്ടും അങ്ങനെയൊക്കെ ഉള്ള ഒരു കരുതലും കൂട്ടും ഒക്കെയാണ്. അപ്പോൾ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്കാറ്റേർഡായി പോകും. അപ്പോൾ നമുക്കിപ്പം ഫിനാൻഷ്യൽ സ്ട്രഗിളും ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമ്മളോടൊപ്പം കൂടെ കുറേ മനുഷ്യരുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് എന്താണ്, ശരിക്കും ഒരു വലിയ സന്തോഷം തന്നെയാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ നമ്മൾ ആദ്യം ഇന്ന് ഡേ 60 റിലേഷൻഷിപ്പിൻ്റെ ഹീലിംഗ് ആണ്. ഹീലിംഗ് യുവർ റിലേഷൻഷിപ്സ് എന്നൊരു പറഞ്ഞൊരു ഏരിയ ആണ് നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലം വരുന്നത്? ഇപ്പം നമുക്ക്, ഞാൻ പറഞ്ഞു, 95 പേര് 100 പേര് വരുന്നത് 95 പേരും വരുന്നത് റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾസ് കൊണ്ടിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ സ്ട്രഗിൾ വരുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കതിന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്ക് പലർക്കും പല തരത്തിലുള്ള റീസൺസാണ് നമുക്കതിന് പറയാനായിട്ടുള്ളത്. പക്ഷേ റിലേഷൻഷിപ്പിൽ നമ്മൾ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് ശരിക്കും മറ്റുള്ള മനുഷ്യരല്ല. നമുക്ക് നമ്മളോട് എങ്ങനെയാണോ നമ്മുടെ റിലേഷൻഷിപ്പ്, അതിൻ്റെ കറക്റ്റ് ഒരു മിററായിരിക്കും മറ്റുള്ളവർ നമ്മളെ ഇത് കാണിക്കുന്നത്. ഇപ്പം നമ്മളോട് ദേഷ്യപ്പെടുന്നവരാണെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മളെ നിസ്സാരമായി കാണുന്ന ഒരാളാണെങ്കിൽ മറ്റുള്ളവർ നമ്മളെ എപ്പോഴും നിസ്സാരമായി കാണും. നമുക്കൊരു അവൈലബിൾ ആവാത്ത, നമ്മളെ അംഗീകരിക്കാത്ത ഒരാളാണെങ്കിൽ മറ്റുള്ളവർ നമ്മളെന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളെ അംഗീകരിക്കത്തില്ല. അപ്പോൾ ആദ്യം നമുക്ക് റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശരിയാക്കേണ്ടത് മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള പ്രോബ്ലംസ് അല്ല. നമ്മൾ ആദ്യം ശരിയാക്കേണ്ടത് നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്വാർത്ഥതയായിട്ട് നമ്മൾ കാണരുത്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഈ സെൽഫ് ലവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മാത്രം സ്നേഹിച്ചാൽ എങ്ങനെ അത് ശരിയാവും, നമ്മൾ മറ്റുള്ളവരെയല്ലേ കൂടുതലായിട്ട് സ്നേഹിക്കുക. ഞാൻ ഇന്ന് സെൽഫ് ലവിൻ്റെ ഇത്രയും ബ്യൂട്ടി അറിഞ്ഞിട്ട് ഇനി ഒരു മൊമെൻറ്റിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുകയാണ്. സെൽഫ് ലവിനോടും ഭംഗിയുള്ള വേറൊരു സാധനം ഈ ഭൂമുഖത്തില്ല. കാര്യം സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ സ്നേഹിക്കാനും നമ്മളെ അംഗീകരിക്കാനും കഴിയുമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കാനും വിശ്വസിക്കാനും അവരെ കൂടെ നിർത്താനും അവരെ അംഗീകരിക്കാനും ഒക്കെ കഴിയുള്ളൂ. നമ്മൾ ബൈബിളിലുള്ളൊരു വചനം കേട്ടിട്ടുണ്ടല്ലേ, നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അതിലാദ്യത്തെ ആ ഒരു പാർട്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിന്നെ പോലെ എന്ന് പറയുമ്പോൾ നമ്മളെ സ്നേഹിക്കാൻ ആരും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ തിരുവചനം പറയുന്നു, നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. കാര്യം നമ്മളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരെല്ലാവരും എന്ത് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാചിച്ചുകൊണ്ടിരിക്കുക. സ്നേഹത്തിന് വേണ്ടി അങ്ങോട്ടും ഹസ്ബൻഡ് ഭാര്യയോട് പറയുന്നത് എന്നെ സ്നേഹിക്കുക, ഭാര്യ ഭർത്താവിനോട് പറയുന്നത് എന്നെ സ്നേഹിക്കുക. ആരുടെയും കയ്യിൽ സ്നേഹമില്ല കൊടുക്കാൻ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് താ എന്നും പറഞ്ഞ് യാചിച്ചുകൊണ്ട് നിൽക്കുക.
അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിലെല്ലാം ഓരോ കിണറായിട്ട് സങ്കല്പിക്കാം. ഈ ഓരോ കിണറുകളും നമ്മളോട് പറയുന്നത് എന്താണെന്ന് അറിയാം, എന്നിലേക്ക് കൊണ്ട് വെള്ളം ഒഴിക്കും, എന്നിലേക്ക് കൊണ്ട് വെള്ളം ഒഴിക്കും എന്നാണ്. പക്ഷേ ഈ കിണറുകളിലൊന്നും സ്വന്തമായിട്ട് ഉറവയുണ്ടാകുന്നില്ല, ഉറവയില്ലാതെ അതിലേക്ക് വെള്ളം ഉണ്ടാകുന്നില്ല. പക്ഷേ സ്വന്തമായി ഉറവയുള്ളൊരു കിണറിൽ എന്താണ്, ആരൊക്കെ കോരി എടുത്തുകൊണ്ട് പോയാലും അതിലിങ്ങനെ വെള്ളം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് സെൽഫ് ലവ്. നമ്മളെ ഏറ്റവും കൂടുതൽ നിറവുള്ളതാക്കാൻ, നമ്മൾ ആരെങ്കിലും തരുന്ന സ്നേഹം എത്ര നാളത്തേക്കാണ്, അല്ലെ എത്ര കാലത്തേക്ക് നമുക്കുണ്ടാവും. നമ്മുടെ ജീവിതകാലം മുഴുവൻ ഒരു വ്യക്തി നമ്മളെ സ്നേഹിക്കുമെന്നും സ്വീകരിക്കുമെന്നും ഒന്നും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് നമ്മളോട് ആ ഒരു സ്നേഹമുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ജനറേറ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അവിടെയാണ് യഥാർത്ഥ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ കിടക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന പ്രശ്നങ്ങളൊന്നുമല്ല. എൻ്റെ അടുക്കിലേക്ക് വരുന്ന എല്ലാവരും പറയാറുണ്ട്, എനിക്കതാണ് പ്രശ്നം മാം, ഇതാണ് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടാണ് എൻ്റെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ റീസൺസ് നമ്മുടെ അടുക്ക പറയാറുണ്ട്. പക്ഷേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, എന്നെ കേൾക്കുന്ന നിങ്ങളോട്, നിങ്ങളിപ്പോൾ വിചാരിച്ചിരിക്കുന്ന പല പ്രശ്നങ്ങളും അതല്ല നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണം. നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ വെച്ച് നിന്നെ നഷ്ടപ്പെട്ടു പോയതാണ്. നിൻ്റെ ഉള്ളിലുള്ള നിന്നോടുള്ള സ്നേഹവും നിന്നോടുള്ള അംഗീകാരവും നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്, കണ്ണാടിയിൽ കാണുന്ന ആ വ്യക്തിയോട് കുറേ കൂടെ ആ ഒരു സ്നേഹം കൊടുത്ത്, കുറേ കൂടെ ക്ഷമയുടെ പാതയിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ആ ഒരു ബന്ധം വളരെ ഊഷ്മളമാക്കുകയാണ് ചെയ്യാറുള്ളത്. ഫൊർഗീവ്നെസ് ഈസ് നോട്ട് ഫോർ അതേഴ്സ്. ആദ്യം നമുക്ക് നമ്മളോട് ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് കഴിയുള്ളൂ. നമ്മളെ സ്നേഹിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ണാടിയിൽ കാണുന്ന അത്ഭുത പ്രതിഭാസത്തോട് നമ്മൾ പറയേണ്ടത്, ഡാർലിംഗ്, ഐ ലവ് യു എന്നാണ്. ഐ ലവ് യു സോ മച്ച്. നിന്നെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു. നമുക്ക് പല റിലേഷൻഷിപ്സും ഇങ്ങനെ ഒരു വല്ല ഡെസ്പറേറ്റ് നീഡാണ്. അതിങ്ങനെ വരണം, അതങ്ങനെ ആയിരിക്കണം, എന്നെ ഇങ്ങനെ ചെയ്യണം, എന്നോട് അത് പറയണം, ഇത് പറയണം, എന്നോടൊപ്പം ഇങ്ങനെ ഇരിക്കണം, എന്നോടൊപ്പം നടക്കണം, അങ്ങനെയൊക്കെ നമ്മൾ കുറേ ആവശ്യങ്ങളാണ് ഒരു റിലേഷൻഷിപ്പിൽ നമുക്കുണ്ടാവുക. പക്ഷെ പലപ്പോഴും അതൊന്നും സാറ്റിസ്ഫൈ ചെയ്യാറും ഉണ്ടാവില്ല. അപ്പോഴാണ് നമ്മൾക്ക് സങ്കടങ്ങളും നിരാശയും വേദനയും ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ അങ്ങനെയുള്ളൊരു നീഡിനെ എന്ത് ചെയ്യാണ്, നമ്മൾ റിലീസ് ചെയ്യാണ്. നമ്മളെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാത്ത, നമ്മളെ ഗ്രോ ചെയ്യാൻ അനുവദിക്കാത്ത എല്ലാ റിലേഷൻഷിപ്സിനെയും നമ്മൾ വിട്ട് കളയാൻ പോവാണ്. ആർ യു റെഡി ടു റിലീസ്? അപ്പോൾ നമുക്ക് ആ ഒരു ഡെസ്പറേറ്റ് നീഡിനെ നമ്മൾ റിലീസ് ചെയ്യാണ്. ഐ ആം വില്ലിങ് ടു റിലീസ് ദ നീഡ് ഫോർ റിലേഷൻഷിപ്പ് ദാറ്റ് ഡസ് നോട്ട് നറിഷ് മീ. എന്നെ ഒരിക്കലും നറിഷ് ചെയ്യാത്ത എൻ്റെ റിലേഷൻഷിപ്സിനെ മുഴുവൻ ഞാനിങ്ങനെ റിലീസ് ചെയ്യാനുള്ള, അതിന് വേണ്ടിയിട്ടൊരു നീഡിനെ ഞാൻ റിലീസ് ചെയ്യുകയാണ് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് നമ്മളോട് പറയുന്നത്. ഐ ആം ഓപ്പൺ ടു റിസീവ് ലവ്. ഞാൻ സ്നേഹം സ്വീകരിക്കാൻ തയ്യാറാണ്, ഞാൻ സ്നേഹം നൽകാനും തയ്യാറാണ്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡേ ആണ് നമ്മുടെ ഇന്ന് ഹീലിംഗ് യുവർ റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മളിന്ന് സംസാരിക്കുന്നത്. സോ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ സ്നേഹം സ്വീകരിക്കാനും സ്നേഹം നൽകാനും തയ്യാറാണ്. അതോടൊപ്പം തന്നെ ഒരു തരത്തിലും നമ്മളെ ഗ്രോ ചെയ്യാൻ അനുവദിക്കാത്ത, നമ്മളെ ഹെൽപ്പ് ചെയ്യാത്ത റിലേഷൻഷിപ്പുകളെല്ലാം റിലീസ് ചെയ്യുവാൻ, അതിനൊക്കെ ഉള്ളൊരു ആവശ്യം നമുക്കിങ്ങനെ ആവശ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുക, ആ ആവശ്യത്തെ നമ്മൾ റിലീസ് ചെയ്യാൻ റെഡിയാണ് എന്നുമാണ് നമ്മളിന്ന് കണ്ണാടിയിൽ കാണുന്ന അത്ഭുത പ്രതിഭാസത്തോട് നമ്മൾ സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഐ ലവ് യു സോ മച്ച്. ലവ് യുവർ സെൽഫ്, ലവ് അതേഴ്സ് ആൻഡ് ലവ് ദ പ്ലാനറ്റ്. നമ്മളോടൊപ്പം ഹീലിംഗ് സെഷനിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കൂടെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് 16ാമത്തെ ദിവസമാണ്. ഡേ 1 തൊട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഡേ 1 തൊട്ട് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ പ്രസൻസ്. സർവ്വപ്രപഞ്ചത്തിനും സ്വസ്തി.